അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ ഒരു ദിവസത്തിൽ ഒരല്പസമയമെങ്കിലും എടുത്തൊന്ന് നോക്കാലൊന്ന് പാരായണം ചെയ്യാൻ നേരുണ്ടോ? എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, ഒരു മാറി ചിന്തിക്കലിന് തയ്യാറാകണം. എവിടെയാണ് നമ്മുടെ ആയുസ് അവസാനിക്കുക എന്ന് പറയാൻ കഴിയില്ല. വമാ തദ്രീ നഫ്സുൽ മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സുൽ ബിഅയ്യി അർളിൻ തമൂത്ത്. ആരെവിടെ എങ്ങനെ മരിക്കുമെന്നൊരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല. ഏത് സമയത്തും മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം. എന്റെ ഓരോ ചവിട്ടടിയും പള്ളിക്കാട്ടിലുള്ള ഖബറിലേക്കാണെന്ന ബോധം വേണം. ഇരിക്കുന്നതിന്റെ വലതുഭാഗത്തൊന്ന് നോക്ക് മക്കളെ, കുറെ മീസാൻ കല്ലുകൾ പൊന്തിക്കിടക്കുന്നില്ലേ? ആരാണ് അതിനകത്ത്? ഏതെങ്കിലും മൃഗങ്ങളെ കുടിച്ചിട്ടതല്ല, നമ്മളെ പോലത്തെ മനുഷ്യന്മാരാണ് കിടക്കുന്നത്. അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബറിന്റെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അവരിൽ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനേ. ഖബർ വിശാലമാക്കണം റഹ്മാനേ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനേ. എല്ലാവരെയും ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ജിവാറിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ മഹബത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഖൽബ് ധന്യമാക്കി തരട്ടെ. അവിടത്തിലൂടെ നമ്മുടെ ദീനും ദുനിയാവും ആഖിറവും അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റ് ചെയ്യാത്ത പ്രവാചകനാ. അംബിയാ മുർസലുകൾ മഅസൂമുകളാണ്, പാപം ചെയ്യാത്തവരാ. എന്തു വേണോ അതൊക്കെ റബ്ബ് കൊടുക്കാൻ തീരുമാനിച്ച ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏത് തരത്തിലുള്ള അനുഗ്രഹങ്ങളും റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ അല്ലാഹുവിന് ഇഷ്ടമാണ്. ആഖിറത്തിന്റെ കാര്യത്തിലും പേടിക്കാനില്ല, ദുനിയാവിന്റെ കാര്യത്തിലും ഭയപ്പെടാനില്ല, ഒരു വിഷയത്തിലും ഭയപ്പെടാനില്ല. അത്രത്തോളം ധൈര്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന മുഹമ്മദുൽ മുസ്തഫ അവിടത്തെ സംഭവ ബഹുലമായ ചരിത്രത്തിലേക്ക് പ്രവാചക പ്രേമിയായ ഇമാമുൽ ബുസൂരി റളിയല്ലാഹു അൻഹു വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞില്ലേ, ലലം തു സുന്നതമൽ അഹ്യല്ലലാമീലാ അനിസ്തഖത് ഖദമാ എന്റെ സഹോദരന്മാരെ, നേരെ ഒന്നിരുന്ന് മനസ്സൊന്ന് മദീനത്തുൽ മുനവ്വറയിലേക്ക് മാറ്റിവെച്ചിട്ട് ഒരു സ്വലാത്ത് ശബ്ദത്തിൽ ഒന്ന് ചൊല്ലിയേക്കുക. മൗലായ സ്വല്ലി വസല്ലം അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹുവേ, നീ പൊരുത്തപ്പെട്ടൊരു മഹാനുഭാവന്റെ പേരിൽ സംഘടിപ്പിച്ച സദസ്സിൽ വെച്ച് സാധുക്കളായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ കബൂലാക്കണേ റബ്ബേ. ആ അഭിമന്യ ഗുരുവിന്റെ ദർബാറിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. അവിടത്തെ മുതബറക്കായ നോട്ടം ഈ സദസ്സിലേക്ക് നീ ഇട്ടുതരണേ റബ്ബേ. അവിടത്തിലൂടെ ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലാക്കി തരണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാ, എന്നോടൊന്നിച്ച് രാത്രിയിൽ കഴിഞ്ഞുകൂടേണ്ട ഒരു രാത്രി അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് ഉറങ്ങാൻ നേരത്ത് ചോദിക്കുന്നു, ആയിഷ, നിങ്ങളൊന്ന് എന്നോട് സമ്മതിക്കുമെങ്കിൽ, എന്നോടൊന്ന് സഹകരിക്കുമെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ ഒന്നുമില്ല, ഇന്നത്തെ രാത്രി ഒന്ന് ഹയാത്താക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാ. എന്റെ നഫ്സ് നിങ്ങൾക്ക് അവകാശപ്പെട്ട ദിവസമാണിന്ന്, അതുകൊണ്ട് നിങ്ങളുടെ അനുവാദം വേണം. ആ സമയത്ത് ആയിഷ
ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങെന്താണ് ചോദിക്കുന്നത് നബിയേ? അങ്ങക്ക് എന്തോ ഇഷ്ടം, അതാണ് എനിക്കിഷ്ടം. അല്ലാഹുവിന്റെ ഹബീബ് മറുപടി കൊടുക്കുക, ഹബീബിന് മറുപടി കൊടുക്കുകയാ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്നത്തെ രാത്രിയിൽ അതാ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങി. ആയിഷ ബീവി പറയുന്നു, ഞാനൊരു ഭാഗത്ത് കിടന്നുറങ്ങാനും ശ്രമിച്ചു. ഞാനൊരല്പസമയം ഉറങ്ങിയൊന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോ ഞാൻ കാണുന്ന രംഗം നേരിയ വെളിച്ചത്തിൽ ഹബീബായ മുഹമ്മദിൽ മുസ്തഫ അവിടെ നിന്ന് നിസ്കരിക്കുന്ന രംഗമാണ് കാണുന്നത്. ഞാൻ ഒന്നുകൂടെ ഉറങ്ങി എഴുന്നേറ്റപ്പോ ആ ഹബീബായ നേതാവിന്റെ കരയുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ഞാൻ വീണ്ടും ഒന്നുറങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോ ആ ഹബീബിന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ധാരധാരിയായി ഒഴുകി താടിയിലൂടെ അതൊലിച്ചിറങ്ങിയിട്ടുറ്റി അവിടത്തെ ശരീരത്തിൽ ധരിച്ച വസ്ത്രം പോലും നനഞ്ഞിരിക്കുകയാ. അങ്ങനെ സുബ്ഹിയുടെ സമയമായി. സാധാരണ പള്ളിയിൽ നേരത്തെ കാണാറുള്ള റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തെ കിറാമെന്ന് നോക്കിയപ്പോ കാണുന്നില്ല. എന്റെ ഹബീബ് വരാൻ ലേറ്റായി പോയത് വല്ല ക്ഷീണവും ബാധിച്ചു പോയോ? വീട്ടിലിന്റെ വാതിലിന്റെ മുന്നിൽ ഒന്ന് കാലുരച്ച് നടന്നു നോക്കി. അപ്പോഴാണ് റസൂലുള്ളാഹി പെട്ടെന്നൊരു ഉർമയിലേക്ക് വരുന്നത്. ചാടി എഴുന്നേറ്റ് ഡോറ് തുറന്നപ്പോ മഹാന്മാരായ സ്വഹാബത്ത് വല്ലാതെ ദുഃഖിക്കുകയാ. ഹബീബായ തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാണ് അങ്ങിങ്ങനെ കരയുന്നത്? അങ്ങയുടെ കണ്ണിൽ നിന്ന് വല്ലാതെ വെള്ളമൊഴുകിയിട്ടുണ്ടല്ലോ, മുഖം ചുവന്നിട്ടുണ്ടല്ലോ പ്രവാചകരെ, കണ്ണു വല്ലാതെ കലങ്ങിയിട്ടുണ്ടല്ലോ നബിയെ, ശരീരത്തിലുള്ള വസ്ത്രം പോലും നനഞ്ഞു പോയല്ലോ ഹബീബേ, എന്താണ് അങ്ങക്ക് പറ്റിയത്, എന്തു പറ്റി എന്ന് പറഞ്ഞ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറയുന്നില്ല. അപ്പോഴാണ് വീണ്ടും ചോദിക്കുന്നത്, അല്ല നബിയേ, തെറ്റ് ചെയ്ത കാര്യം ഭയപ്പെടാനില്ല, അങ്ങ് മഅ്സൂമാണ്, ആഖിറവും ദുനിയാവും രക്ഷപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. നിങ്ങൾ പരാജയപ്പെട്ടാൽ പിന്നാര് രക്ഷപ്പെടാൻ? ആവശ്യമായതൊക്കെ തരാൻ റബ്ബ് തയ്യാറാണ്. പിന്നെന്തിനാണ് അങ്ങ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ഹബീബിന്റെ മറു ചോദ്യം, അല്ല ആയിഷ, എന്റെ സൃഷ്ടാവായ റബ്ബ് എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. ദോഷം ചെയ്യാതിരിക്കാനുള്ള കഴിവ് തന്നു. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരാമെന്ന് റബ്ബേറ്റു. ആവശ്യമായ അനുഗ്രഹങ്ങളെ കൊണ്ട് എന്നെ ധന്യമാക്കി. ഇങ്ങനെ എനിക്ക് കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹം കൊണ്ട് എന്റെ ജീവിതം ധന്യമാക്കി തന്ന അധിപനായ റബ്ബിന്റെ കോടതിയിലേക്ക് ഞാൻ ഒരിക്കൽ തിരിച്ചു പോകേണ്ടവളല്ല ആയിഷ. ഞാൻ ആ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു നന്ദികെട്ട അടിമയായി പോകാൻ പറ്റൂലല്ലോ ആയിഷ. ഒരു നന്ദിയുള്ള അടിമയായി പോകാൻ എനിക്ക് പറ്റണ്ട ആയിഷ. അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഒരു നന്ദിയുള്ള ഒരു അടിമയായി ഞാൻ മാറണ്ടേ എന്ന് ചോദിച്ച് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്ത് എത്രയാ. 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള കഴിവ് തന്നു, വെള്ളം കുടിക്കാനുള്ള കഴിവ് തന്നു, കൃത്യമായി മലമൂത്ര വിസർജനം നടത്താൻ കഴിയുന്നു, രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ കഴിയുന്നു, പകലെഴുന്നേറ്റ് നടക്കാനും ഓടാനും ചാടാനും പറ്റുന്നു അല്ലേ? എങ്കിൽ നേരെ അപ്പുറം മംഗലാപുരത്ത് ഒന്ന് മെഡിക്കൽ കോളേജിലേക്കൊന്ന് ചെന്ന് നോക്കണം, വലിയ വലിയ ഹോസ്പിറ്റലിലേക്കൊന്ന് കയറി നോക്കുമോനെ. അവിടെ ക്യാൻസർ വാർഡിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ആ ക്യാൻസർ വാർഡിലേക്ക് പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, ചില മനുഷ്യന്മാർ അവർക്ക് ക്യാൻസർ ബാധിച്ചത് തൊണ്ടയിലാണ്. ആ തൊണ്ട പഴുത്ത് പൊട്ടിയിട്ട് കുടിക്കുന്ന വെള്ളം തൊണ്ടക്കുടിയിലൂടെ പുറത്തേക്ക് പോകുന്നു. പള്ളയിലെത്താനും വിശപ്പ് മാറ്റാനും ദാഹം മാറ്റാനും കഴിയുന്നില്ല.
ചില മനുഷ്യന്മാര് അതേ ഭൂതത്തിന് അർബുദം ബാധിച്ചിരിക്കുകയാണ്, വിസർജിക്കാൻ കഴിയുന്നില്ല. ചില മനുഷ്യന്മാര് മൂത്രം വരുന്ന പൈപ്പിലാണ്, ഞരമ്പിലാണ് ക്യാൻസർ വന്നിരിക്കുന്നത്, മര്യാദക്കൊന്ന് മൂത്രമൊഴിക്കാൻ കഴിയുന്നില്ല. ചില മനുഷ്യന്മാരുടെ കവിളിലാണ് ക്യാൻസർ വന്നിരിക്കുന്നത്, കുടിക്കുന്ന വെള്ളം കവിളിലൂടെ പുറത്തേക്ക് ഒഴുകി പോകുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, അത്തരം രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ. സലാമത്തിന്റെ വഴി തുറന്നു കൊടുക്കണേ റബ്ബേ. അത്തരം രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സർവ്വ മുഅ്മിനീകളെയും മുഅ്മിനാത്തുകളെയും നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായി എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പ്രിയ സുഹൃത്ത് അന്തുപയ്യത്ത് വയല് ഈ സദ്വ എന്നെ വിളിച്ചു പറഞ്ഞു, ഉസ്താദെ ഞാൻ വാതിന് വരണമെന്ന് വല്ലാണ്ട് ആഗ്രഹിച്ചതാ, പക്ഷേ നാളെ ഡയാലിസിന്റെ ദിവസമാണ്, വല്ലാത്ത ക്ഷീണം. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരൻ കിടക്കാൻ തുടങ്ങിയിട്ട് കാലത്തുറയായി. എല്ലാ സ്വലാത്തിന്റെ മജ്‌ലിസും ആംബുലൻസിൽ എത്തുകയാണ്, എല്ലാ വാളിന്റെ മജ്‌ലിസിലും എത്തുകയാണ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സുഹൃത്തിന് നീ ശിഫ കൊടുക്കണേ റബ്ബേ. പരീക്ഷണത്തിൽ നിന്ന് നീ സലാമത്ത് കൊടുക്കണേ റബ്ബേ. ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ റബ്ബേ. ഇതൊക്കെ അല്ലാഹുവിന്റെ പടപ്പുകൾ തന്നെയാ. ഇവരാരും മനുഷ്യരല്ലാത്തവരല്ല. പക്ഷേ അല്ലാഹു ഒരു ഭാഗത്ത് ഇങ്ങനെ പലരെ പരീക്ഷിക്കുമ്പോ മറുഭാഗത്ത് നമ്മളൊക്കെ ഇങ്ങനെ അഹങ്കാരികളായി, ധിക്കാരികളായി, കിബുറും ഹസദും ഫഖറും റിയാഉം ഉജ്ബും സുംഅത്തും ഫിത്നയും ഫസാദും പ്രതികാര ബുദ്ധിയുമായി നടന്നിട്ട് ആയുസ് തീർക്കേണ്ട മക്കളെ, ആഖിറം സൂക്ഷിച്ച് ജീവിച്ചോ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പടച്ച റബ്ബ് തന്ന നിഅമത്ത് എത്രയാ മക്കളെ. ആ നിഅമത്തിനൊരു 100 അൽഹംദുലില്ലാ പറയാൻ, അതേ ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൽ, ഒരു 100 സുബ്ഹാനല്ലാഹ് ചൊല്ലാൽ, ഒരു 100 അല്ലാഹു അക്ബർ ചൊല്ലാൽ നമുക്ക് സമയം കണ്ടെത്തേണ്ടതില്ലേ? എന്നാൽ മഹാന്മാരോ അവരോരോ സെക്കൻഡിന്റെയും വില കണ്ടിട്ടെല്ലാം റബ്ബിന് പൊരുത്തപ്പെട്ടതാക്കി മാറ്റാൻ വേണ്ടി വലിയ ത്യാഗം സഹിച്ചവരാണ്. അതേ, ഇത് കഴിഞ്ഞ മാസം റബീഉൽ ആഖിറല്ലേ, ഔലിയാക്കളുടെ നേതാവ് മഹാനായ അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഔലിയാക്കളുടെ നേതാവ്, പ്രവാചക പ്രേമത്തിന്റെ പര്യായം, വകുല്ലു വലിൻ ലഹു ഖൽബുൻ ഫഇന്നി അലാ ഖൽബിൽ നബി ബദിരി തമാമി, വകുല്ലു വലിൻ ലഹു ഖദമുൻ ഫഇന്നി അലാ ഖദമിൽ നബി ബദിരിൽ കമാലി. എല്ലാ വലികളോ ഓരോ നബി വാശി, ഞാൻ എൻ്റെ സിബാവ കാൽവശി എന്നോവർ ബിൽ കുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ഞാൻ എൻ്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ എല്ലാറ്റിനേക്കാളും വലുതായി ആവാഹിച്ച് പ്രേമിച്ച് പ്രണയിച്ചെടുത്തൊരു വ്യക്തിത്വമുണ്ട്. അത് മുഹമ്മദിനിൽ മുസ്തഫ. ഞാൻ അനുധാവനം ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത പാദമോ ഖദമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നാളെ എൻ്റെ ഇടം അത് ഹബീബിന്റെ ഖദമിന്റെ തഹ്തിലാണെന്ന് പ്രഖ്യാപിച്ച ഔലിയാക്കളുടെ നേതാവ് സുജീനൽ ഉഫുഖു മുദ്മുലിതു ബി സഈദി ഖലഅത് ലി യദി ഖബുൽ ഔലിയാ.
ലോകത്തുള്ള സർവ്വ ഔലിയാക്കളും അവരുടെ നേതാവായി അംഗീകരിച്ച മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അവിടുത്തെ അനുസ്മരണ മാസമല്ലേ കഴിഞ്ഞ മാസം കഴിഞ്ഞു പോയത്. അവിടുത്തെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വരി പദ്യത്തിൽ ഒതുക്കി നമുക്ക് പാടിത്തന്നില്ലേ. നിലവേറു ഈശ തൊഴുതോരോതു വാലേ 40 സുബ്ഹി തോളുതോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ 55-ാമത്തെ വയസ്സ് മുതൽ 95 വയസ്സ് വരെ ഖിദ്മത്ത് ചെയ്ത പ്രഗൽഭനായ ശിഷ്യൻ പറയുന്നു, 40 കൊല്ലം ഞാൻ എന്റെ ഉസ്താദിന് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ 40 കൊല്ലത്തെ എന്റെ അനുഭവം എന്താണെന്നറിയോ? രാത്രിയിൽ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. രാത്രിയിൽ ഉറങ്ങാതെ ഇശാ നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വുളൂ, അതോടൊന്നിച്ച് ഇബാദത്ത് തന്നെ. തഹജ്ജുദിന്റെ പ്രതിഫലം കിട്ടാൻ, സുന്നത്തിന്റെ കൂലി കിട്ടാൻ വുളൂ മുറിയാത്ത രീതിയിൽ ഒന്ന് സൗകര്യം, ഇരിപ്പിടം സൗകര്യപ്പെടുത്തി ഒന്ന് തൂങ്ങി പെട്ടെന്ന് എഴുന്നേറ്റ് വുളൂ ഒന്ന് പുതുക്കിയിട്ട് അങ്ങനെ തന്നെ ഇബാദത്ത് സുബ്ഹിയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഉറങ്ങാത്ത 40 കൊല്ലം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അവിടത്തെ 40 കൊല്ലം ഖിദ്മത്ത് ചെയ്ത ശിഷ്യൻ പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, ഉമ്മ പന്നൽമാരെ, കൊച്ചനുജത്തിമാരെ, നമ്മുടെ ഒക്കെ അവസ്ഥ എന്താ? ഒരു 5 നേരത്തെ നിസ്കാരത്തിന്റെ കൃത്യനിർവഹണത്തിന്റെ കഥ പറയാനുണ്ടോ? കൃത്യമായി ഞാൻ ഒരു 5 നേരം നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കാരത്തിന്റെ മുമ്പും പിറകിലുള്ള സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഞാനൊരൽപ്പം ഖുർആൻ മുടങ്ങാതെ ഓതിയിട്ടുണ്ട്. ഹദ്ദാദ് ഞാൻ മുടക്കാറില്ല. ദിക്റും സ്വലാത്തും ഞാൻ ചൊല്ലാറുണ്ട്. ആശ്വസിക്കാൻ വല്ല വഴിയുമുണ്ടോ? ത്യാഗസമർപ്പണത്തിന്റെ ജീവിതത്തിലൂടെ അത്ഭുത ജീവിതം നടത്തി കറാമത്തുകളെ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ഔലിയാക്കൾ അവരുടെ സദസ്സിലിരിക്കുമ്പോ അതേ കാണികളായി കേട്ടങ്ങ് പോയാ പോരാ. ജീവിതത്തിൽ ഒരു പുനർചിന്തക്ക് തയ്യാറാകണം. ഞാൻ എവിടെ? മഹാന്മാരെവിടെ? അല്ലാഹു മഹാന്മാരുടെ ഹഖ് കൊണ്ട് ഇബാദത്തിനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് ഇബാദത്തിനുള്ള തൗഫീഖ് വർദ്ധിപ്പിച്ചു തരട്ടെ. സുബ്ഹാനല്ലാഹ്. ഇബാദത്ത് അതേ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് പഠിച്ചതാണിത്. വെറും നിസ്കാരവും നോമ്പും മാത്രമല്ല, അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്യുകയാണവർ. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എത്ര താഴോട്ടിറങ്ങണോ അതിനും അവർ റെഡിയാണ്. ഇത് റബീഉൽ ജമാദുൽ അവ്വലാണല്ലോ മാസം. ആശിഖീങ്ങളുടെ ആരിഫീങ്ങളുടെ നേതാവായ സുൽത്താനുൽ ആരിഫീൻ الشيخ السيد أحمد الكبير الرفاعي رضي الله عنه ന്റെ അനുസ്മരണ മാസമാണല്ലോ. ആ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം നോക്കിയാൽ കാണാം, മഹാനുഭാവൻ അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനം ചെയ്തതിന്റെ കടുപ്പം കണ്ടില്ലേ? ഏതായിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ഒരു ദിവസം വളരെ ദയനീയമായ ഒരു രംഗം കാണുകയാണ്. എന്താ ദയനീയമായ രംഗോ? ആ നാട്ടിലുള്ള കുറെ ചെറുപ്പക്കാര് ഒരു രോഗിയായ നായ, പട്ടി അതിനെ കയറിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവാ. നിലത്തെ ഇഴച്ച് വലിച്ചിങ്ങനെ കൊണ്ടുപോവുക. ഈ രംഗം കാണുകയാണ് ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. നമ്മള് രോഗിയല്ലാത്ത നായിനെ തന്നെ കണ്ടാ നമ്മൾ എങ്ങനെയാ പ്രതികരിക്കുക? നായിനെ കണ്ട ആദ്യം തന്നെ കല്ലിട്ടോ നോക്കാം, അല്ലേ? പാടില്ല. ഒരു ജീവിയെ ആക്രമിക്കാൻ പാടില്ല അകാരണമായിട്ട്. ഒരു ജീവിയെയും അകാരണമായി ആക്രമിക്കാൻ പാടില്ല. നായും അല്ലാഹുവിന്റെ ജീവിതം സൃഷ്ടിയാൻ
ആക്രമിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു പ്രതിരോധിക്കാൻ പാടുള്ളൂ, അല്ലാതെ ഒരു നിരപരാധിയായ ജീവിയെയും അങ്ങോട്ട് ആക്രമിക്കാൻ പാടില്ല. കൊല്ലൽ പ്രത്യേകമായി സുന്നത്തായി റസൂലുള്ള പഠിപ്പിച്ച ജീവികൾ, അതല്ലാത്ത മറ്റൊന്നിനെയും നമ്മൾ എന്താക്കാൻ പാടില്ല, വേദനിപ്പിക്കാനും നൊമ്പരപ്പെടുത്താനും പാടില്ല. നായെ ഇങ്ങനെ കാരുകെട്ടി വിളിച്ചുകൊണ്ടുവന്ന രംഗാണ് റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു കാണുന്നത്. മഹാനായ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരോട് ചോദിക്കുന്നു, അല്ല കൂട്ടരെ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? എന്താ നിങ്ങൾ ചെയ്യുന്ന പണി? അരുത് അരുത്, അത് അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാ. അതിനോട് കാരുണ്യം കാണിക്കുകയല്ലാതെ അതിനെ ഈ രീതിയിൽ വേദനിപ്പിക്കുന്നതും നൊമ്പരപ്പെടുത്തുന്നതും ശരിയല്ല. അപ്പൊ ചെറുപ്പക്കാര് പറയുന്നു, ശൈഖ് അവറുകളെ, ഈ പട്ടിയെ നിങ്ങൾ കാണുന്നില്ലേ, രോഗം വന്നിരിക്കുകയാണ്, അതിന്റെ ശരീരം മുഴുവനും വ്രണം വന്ന് അതേ പൊട്ടിയൊലിച്ചു ദുർഗന്ധം വമിക്കുകയാ. ഇത് ജനങ്ങൾക്ക് പോലും വലിയ ശല്യമായി മാറുന്നു. അതിനെ നാടുകടത്താൻ വേണ്ടി കൊണ്ടുപോവുകയാ. ആ സമയത്ത് റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മോനെ, ഒരു മനുഷ്യനായ നിനക്ക് രോഗം വന്നാൽ നിന്നെ ഇതുപോലെ കെട്ടിവലിച്ച് നാടുകടത്താൻ പറ്റുമോ? പറ്റൂലല്ലോ. നിനക്ക് ചികിത്സിക്കലും ശുശ്രൂഷിക്കലുമല്ലേ മനുഷ്യന്റെ ബാധ്യത. എന്നതുപോലെ റബ്ബിന്റെ ഏത് ജീവിക്ക് ബുദ്ധിമുട്ട് വന്നാലും അതിനെ പരിപാലിക്കലാണ് നമ്മുടെ ബാധ്യത എന്ന് പറഞ്ഞ് ആ പട്ടിയുടെ ശരീരത്തിലുള്ള കയററുത്തു മാറ്റിയിട്ട് അവിടെ ഒരു ചെറിയ ടെൻഡടിക്കുകയാണ്. എന്നിട്ട് ആ പട്ടിക്ക് വേണ്ടുള്ള ശുശ്രൂഷകൾ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ചെയ്തു കൊടുക്കുന്നു. കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഏത് പടപ്പിനോട് കാരുണ്യം കാണിച്ചാലും പടച്ച റബ്ബിന്റെ കാരുണ്യം കിട്ടുമെന്ന പ്രവാചക സന്ദേശം ഉൾക്കൊണ്ടിട്ടാണ്. നമ്മളിൽ എല്ലാ പണിയും എടുക്കും, പക്ഷേ ഡ്രസ്സിന്റെ ഇസ്തിരി നഷ്ടപ്പെടാൻ പറ്റൂല. പാന്റിലും തുണിയിലും കുപ്പായത്തിലും തലക്കെട്ടിലും ഒന്നും മണ്ണൊന്നും വരളാൻ പറ്റൂല. ആ VIP ലുക്കിലുള്ള ഒരു സേവനാരി നമ്മള് ചെയ്യല്ലേ. താഴോട്ട് ഇറങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. ഞാൻ ചോദിക്കട്ടെ, മഞ്ഞനാടിയിലുള്ള എന്റെ ചെറുപ്പക്കാരോട്, വലിയൊരു മഹല്ല്, നമ്മുടെ മഹല്ല്, എത്ര കുടുംബങ്ങൾ പാവങ്ങളുണ്ട്, എത്ര കഷ്ടപ്പെടുന്നവരുണ്ട്, രോഗികളുണ്ട്. നമ്മൾ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാറുണ്ടോ? പറ്റൂല. ചെറുപ്പക്കാരെ, നിങ്ങൾ നന്നായി സാന്ത്വന പ്രവർത്തനങ്ങളിലേക്ക് രംഗത്ത് വരണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് വരണം. നമ്മുടെ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും നിങ്ങൾ കണ്ടെത്തണം. ഒരു 6 മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഗൃഹസന്ദർശന പരിപാടി സംഘടിപ്പിച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ വീടുകളും ഒന്ന് കയറിയിറങ്ങിയിട്ട് അവരുടെ ദുഃഖവും സുഖവും സന്തോഷവും ഒന്ന് പഠിക്കണം. എന്നിട്ട് അവരിൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ കണ്ണുനീരൊപ്പാനുള്ള ശ്രമം നടത്തണം. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ കിട്ടുന്ന വലിയ പ്രതിഫലമുള്ള സേവനങ്ങളൊക്കെ. അല്ലാഹു നമുക്ക് നല്ലതിനുള്ള തൗഫീഖ് നൽകട്ടെ. നമുക്കിപ്പോ അതിനൊന്നും വലിയ നേരമൊന്നുമില്ല. തമ്മിലടിക്കാൻ ഭയങ്കര ഉഷാറാ. ആരടാ ഞാനടാ നീയാ പോടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വിടല്ലേ. ജനറൽ ബോഡി വരുമ്പോ സുബ്ഹാനല്ലാഹ്, പള്ളിന്റെ ജീവിതത്തിൽ പള്ളിന്റെ തൂണ് കാണാത്തോലും അന്നോടെ വരും, പള്ളിയിലേക്ക് വരുമ്പോ നീയത്തെന്താ? ഇപ്പോഴത്തെ പ്രസിഡന്റിനെ ഇൻഷാ അല്ലാഹ് എങ്ങനെയെങ്കിലും പുഞ്ചി പിടിച്ച് പുറത്തെറിയണം. ഇപ്പോഴത്തെ സെക്രട്ടറിനെ എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് താഴെയിറക്കണോ. എന്നിട്ട് നമുക്ക് മറ്റവനെ ആക്കണം. എന്നിട്ടോ അതും ആക്കിയിട്ട് ഓനങ്ങ് പോകും. പിന്നെ 5 കൊല്ലം കഴിഞ്ഞാൽ ആരെ കാണുന്നു? മൂപ്പരെ കാണും. അതല്ല ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ അസൂയയും പ്രതികാര ബുദ്ധിയും ഇതൊക്കെ ഉണ്ട് വിടുക. ഹൃദയശുദ്ധിയോടുകൂടെ പ്രവർത്തിച്ച് ശീലിക്കുക. ചെയ്യുന്ന പ്രവർത്തനത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ ഖബൂലിയത്ത് വേണം. ഞാൻ വന്നിട്ട് ഇവിടെ 1 മണിക്കൂർ വാഴ്ന്നു പറഞ്ഞാല് അത് ഞാൻ നിങ്ങളോടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രയാസം തീർക്കാനുള്ള ശരിയായ എന്റെ തൊണ്ട പൊട്ടിയത് വെറുതെ ആയിന്നല്ലാണ്ട് എനിക്ക് പഠിച്ചോലിയത്ത് ഒന്നും കിട്ടൂല. നമുക്ക്. അല്ലാഹു തആല നമുക്ക് കാവൽ നൽകട്ടെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ അമ്പിയാക്കളെ പോലെ മഅ്സൂമുകളല്ല, നിന്റെ ഔലിയാഹിനെ പോലെ മഹ്ഫൂദുകളല്ല. ഈമാൻ ലൈഫായ വളരെ ദുർബലന്മാരാണ്. സംഭവിച്ചു പോയ അബദ്ധങ്ങൾക്ക് നീ മാഫ് നൽകണേ അല്ലാഹ്. ഖൽബ് നീ നന്നാക്കി തരണ റബ്ബേ, പ്രവർത്തനം നീ നന്നാക്കി തരണ റബ്ബേ. അല്ലാഹു നമുക്ക് നല്ലതിനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് നല്ലതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.
എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരി സഹോദരന്മാരെ, മഹാന്മാര് ജീവിതത്തിൽ ഇഷ്ടം പോലെ നന്മകൾ പ്രവർത്തിച്ചവരാണ്. ഫർള് നിസ്കാരം മാത്രമല്ല, നിർബന്ധമായ നോമ്പ് മാത്രമല്ല, സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും ദിക്റുകളും സലാത്തുകളും ഖുർആനോത്തും ഒരു കാൽമൽ നിന്നിട്ടോരോ ഖത്തം തീർത്തോവർ. മഹാന്മാരായ ഔലിയാക്കളിൽ ചില മഹത്തുക്കൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരമാകുമ്പോഴേക്ക് ഖുർആൻ ഒന്ന് ഖത്മ് ചെയ്യുന്നു. വൈകുന്നേരമായി നേരം വെളുക്കുമ്പോഴേക്ക് രണ്ടാമത്തത് ഖത്മ് ചെയ്യുന്നു. ഇങ്ങനെ ദിവസം 2 ഖുർആൻ ഖത്മ് ചെയ്ത മഹാന്മാരുണ്ട്. 4 ദിവസത്തിൽ ഖുർആൻ ഖത്മ് ചെയ്ത മഹാന്മാരുണ്ട്. 7 ദിവസം കൊണ്ട് തീർത്ത മഹാന്മാരുണ്ട്. 10 ദിവസം കൊണ്ട് തീർത്ത മഹാന്മാരുണ്ട്. അങ്ങനെ ജീവിതകാലത്ത് 10,000 ഖുർആൻ ഖത്മ് ചെയ്ത മഹാന്മാരുണ്ട് കേട്ടോ. നമുക്ക് അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ ഒരു ദിവസത്തിൽ ഒരു അല്പസമയമെങ്കിലും എടുത്തൊന്ന് നോക്കാലൊന്ന് പാരായണം ചെയ്യാൻ നേരമുണ്ടോ? എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, ഒരു മാറി ചിന്തിക്കലിന് തയ്യാറാകണം. എവിടെയാണ് നമ്മുടെ ആയുസ് അവസാനിക്കുക എന്ന് പറയാൻ കഴിയില്ല. വമാ തദ്രീ നഫ്സുൽ മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സുൽ ബിഅയ്യി അർളിൻ തമൂത്ത്. ആരെവിടെ എങ്ങനെ മരിക്കുമെന്നൊരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല. ഏത് സമയത്തും മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം. എന്റെ ഓരോ ചവിട്ടടിയും പള്ളിക്കാട്ടിലുള്ള ഖബറിലേക്കാണെന്ന ബോധം വേണം. ഇരിക്കുന്നതിന്റെ വലതുഭാഗത്തൊന്ന് നോക്ക് മക്കളെ, കുറെ മീസാൻ കല്ലുകൾ പൊന്തിക്കിടക്കുന്നില്ലേ? ആരാണ് അതിനകത്ത്? ഏതെങ്കിലും മൃഗങ്ങളെ കുടിച്ചിട്ടതല്ല, നമ്മളെ പോലത്തെ മനുഷ്യന്മാരാണ് ആ കിടക്കുന്നത്. അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബറിന്റെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അവരിൽ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനേ. ഖബർ വിശാലമാക്കണം റഹ്മാനേ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനേ. എല്ലാവരെയും ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ജിവാറിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മടിയൊന്ന് മാറ്റിവെച്ച്, അലസതയൊന്ന് മാറ്റിവെച്ച് നന്നായി റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാർ അതേ ശ്വാസോച്ഛ്വാസം പോലും ഇബാദത്താക്കി മാറ്റിയവരാണ്. മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പാടിയത് കണ്ടില്ലേ? വലൗ ഖാതറത് ലീ ഫീ സിബാകി ഇറാദത്തുൻ അലാ ഖാതിരി യൗമൽ ഹകംതു ബിരിദ്ദതി. എന്റെ മനസ്സിലെങ്ങാനും ഒരു സെക്കൻഡ് അല്ലാഹ് എന്നുള്ള ചിന്തയല്ലാത്ത മറ്റു വല്ല ചിന്തകളും കടന്നു വന്നാൽ ഞാൻ എന്നെ പറ്റി വിധിയെഴുതും, ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ആ രീതിയിൽ മനസ്സും ശ്വാസവും നാവുമൊക്കെ ദിക്ർ ലയിപ്പിച്ചവരാണ് മഹാന്മാർ. അങ്ങനെ അധ്വാനിച്ച് ജീവിച്ചു എന്ന് മാത്രമല്ല, ജീവിതകാലത്ത് അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ എല്ലാറ്റിനേക്കാളും വലുതായി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടത്തെ പ്രണയിച്ച സ്നേഹിച്ച ഖൽബുമായി ജീവിച്ചു. ഈമാനിന്റെ കമാലിയത്ത് ഹബീബിന്റെ മഹബ്ബത്തിന്റെ വർധനവിലാണ്. അതേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസല്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾ യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ അതേ സ്വന്തം ഉമ്മ, വാപ്പ, ഭാര്യ, ഭർത്താവ്, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, ദുനിയാവ്, രാഷ്ട്രം, രാഷ്ട്രീയം, എല്ലാറ്റിനേക്കാളും വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നതെന്നോ അന്നേ ഈമാൻ പരിപൂർണമാകുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ആ മനസ്സാക്ഷി
മനസാക്ഷിയോടെ ജീവിച്ചവരാണ് ഔലിയാക്കൾ. അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാതെ പ്രണയിച്ചവരാണ് ഔലിയാക്കൾ. ഞാൻ ബർക്കത്തിന് വേണ്ടി ഒരൊറ്റ സംഭവം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തട്ടെ. ഇരിക്കുന്ന എന്റെ സഹോദരന്മാർ ഒരു 2 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുക. പ്രായം ചെന്നവർ അവിടെ തന്നെ ഇരുന്നോട്ടെ, അല്ലാത്തവരൊക്കെ ഒരു 2 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുക. അല്ലാഹു നമ്മുടെ സദസ്സ് ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. ആ പിറകുവശത്ത് നിൽക്കുന്ന ആളൊക്കെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് മുന്നോട്ട് അടുത്ത് നിൽക്കുക. ഞാൻ ഒരൊറ്റ സംഭവം ബർക്കത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. പിറകിരിക്കുന്ന സഹോദരന്മാരൊക്കെ മുന്നിലുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തിയിരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ജമാദുൽ അവ്വലാണല്ലോ ഈ മാസം. അതേ ആരിഫീങ്ങളുടെ നേതാവായ സുൽത്താനുൽ ആരിഫീൻ വ സുൽത്താനുൽ ആശിഖീൻ അശ്ശൈഖ് സയ്യിദ് അഹ്മദ് അൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുസ്മരണ മാസമല്ലേ. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ഒരു ടൈറ്റിൽ തന്നെ പ്രവാചക പ്രേമികളുടെ സുൽത്താൻ എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബ്ബത്തിലൂടെ ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ച മഹാനാൻ. അവിടുത്തെ പരിശുദ്ധമായ മൗലിദിന്റെ പേജ് ഒന്ന് മറിച്ചു നോക്കിയാൽ കാണാം. സംഭവ ബഹുലമായ ഒരു ചരിത്രം മൗലിദ് കിതാബിൽ തന്നെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിച്ച മനസ്സുമായി ആ അഭിമന്യ ഗുരുവിന്റെ പരിശുദ്ധമായ റൗള ശരീഫിന്റെ ചാരത്തണിഞ്ഞിട്ട് മഹാനായ അഹ്മദുൽ കബീർ തങ്ങളങ്ങ് പൊട്ടിക്കരഞ്ഞ് പാടുകയാണ്. ഫിഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തഹ്ലാ ബിഹാ ശഫതി. നല്ല ശബ്ദത്തിൽ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അധിപനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് ചൊല്ലിയ സ്വലാത്ത് നീ കബൂലാക്കണേ റബ്ബേ. മദീനത്തുൽ മുനവ്വറയിൽ കിടന്ന് ഞങ്ങളെ വീക്ഷിക്കുന്ന അഭിവന്യ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി ആ ദർബാറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവിടുത്തെ മുതബറക്കായ നോട്ടം ഞങ്ങളിലേക്ക് ഇട്ടുതരണേ അല്ലാ. അവിടുത്തെ നോട്ടമുള്ള സദസ്സായി സദസ്സിനെ നീ മാറ്റി തരണേ അല്ലാ. ഇജാബത്ത് തരണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ റൗള ശരീഫിന്റെ ചാരത്തണിഞ്ഞ് പൊട്ടിക്കരഞ്ഞു പാടുന്നു. ഓ ഹബീബായ നബിയേ, ജീവിതത്തിൽ അങ്ങയൊന്ന് കണ്ടിട്ടില്ലെങ്കിലും അവിടുത്തെ മുതബറക്കായ മുഖങ്ങളും കരങ്ങളും കാലുകളും ഒന്ന് ചുംബിച്ച് ബർക്കത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സാധുവായ ഞാൻ എന്റെ മനസ്സ് നിറയെ പ്രണയിച്ചത് അങ്ങയാ. എന്റെ മനസ്സ് നിറയെ ഞാൻ സ്നേഹിച്ചെടുത്തത് അങ്ങയാ. ഞാൻ എന്റെ മനസ്സിൽ അങ്ങയോടുള്ള മഹബ്ബത്ത് തിളങ്ങി മറിഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ എന്റെ മനസ്സ് വിതുമ്പി മദീനയിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ചപ്പോ എനിക്ക് നേരിട്ട് വരാൻ കഴിയാത്തൊരു പ്രതിസന്ധി മുമ്പിലുണ്ടായപ്പോ ഞാൻ എന്റെ ആത്മാവിനെ ഈ പുണ്യഭൂമിയിലേക്ക് അയച്ച് ഈ മുതബറക്കായ മണ്ണ് മണൽ ചുംബിച്ച് ബർക്കത്തെടുത്ത് എന്റെ ആത്മാവ് തിരിച്ചു വരാറുണ്ട് നബിയേ. ഇന്ന് വിനീതനായ ഞാൻ എന്റെ സ്വന്തം ശരീരത്തോടെയാ വന്നിരിക്കുന്നത്. എന്റെ ജീവിതത്തിലെ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്. ഈ ദർബാറിൽ ഞാൻ ആഗ്രഹം ഇറക്കി വട്ടേട്ട റസൂലേ, അത് മറ്റൊന്നുമല്ല, അങ്ങയുടെ മുതബറക്കായ കരങ്ങളൊന്നു ചുംബിക്കാനാണ്. ഒന്ന് നീട്ടിത്തരുമോ നബിയേ? അങ്ങയുടെ കരങ്ങളൊന്ന് പുറത്തോട്ട് തരുമോ റസൂലേ?
ചോദിച്ചു തീർക്കേണ്ട താമസം സുബ്ഹാനല്ലാഹ് ഹബീബിന്റെ പരിശുദ്ധമായ ഖബർ മധ്യത്തിലൂടെ പിളരുന്നു. ആ കരങ്ങൾ രണ്ട് പുറത്തോട്ട് വരുന്നു. ആ അഭിമന്യ പ്രവാചക പ്രേമി കരങ്ങൾ ചുംബിച്ച് ബർക്കത്തെടുക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈകൾ ചുംബിച്ച് ബർക്കത്തെടുത്ത ശേഷം ആ കൈകൾ അങ്ങ് വിട്ടുകൊടുത്തപ്പോ ഖബറിന്റെ അകത്തേക്ക് തന്നെ പോകുന്നു. ഹബീബിന്റെ ഖബറു ശരീഫിന്റെ മുറിവ് മൂടിക്കിടക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രണയത്തിലൂടെ എന്ത് അത്ഭുതവും ലോകത്ത് സൃഷ്ടിക്കാമെന്ന് അനുഭവ പാഠത്തിലൂടെ ലോകത്തിന് തെളിയിച്ചു കൊടുത്ത അഹ്മദുൽ കബീർ തങ്ങളെ ഓർക്കുന്ന സമയത്ത് ഞാൻ എന്റെ ശരീരത്തോട് പറയട്ടെ, എന്റെ കാരണവന്മാരോട് ഓർമ്മപ്പെടുത്തട്ടെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കണം, അവിടുത്തെ മഹബ്ബത്ത് നേടാൻ ആവശ്യമായത് ചെയ്യണം. അതിന് പറ്റിയതാണ് ആ ഹബീബിനെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ. മഹാന്മാരായ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക. അവരെ രാഷ്ട്രീയത്തിന്റെ പേരിലോ ഗ്രൂപ്പിന്റോ പേര് പറഞ്ഞിട്ട് ഒരു സയ്യിദിനെയും അവഗണിക്കരുത് കേട്ടോ. ആദരിക്കണം, ബഹുമാനിക്കണം. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഫിത്നയിലെ ലോകമാണ്. വാട്സപ്പിലൂടെ അതും ഇതും ഇങ്ങനെ എഴുതി വിട്ടിട്ട് ആഖിറം നശിപ്പിക്കണ്ടേ ചെറുപ്പക്കാരെ. സയ്യിദന്മാർ ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് സംഘടനയിൽപ്പെട്ടവരായിക്കോട്ടെ, അവരുടെ പച്ചമാംസം കുത്തിവലിക്കാൻ നടക്കണ്ട. അലിമീങ്ങളുടെ മാംസം കുത്തിവലിക്കാൻ നടക്കണ്ട. അവരെ വഴിക്കേക്ക് വിട്ട് അവരെ മഹബ്ബത്ത് വെച്ച് ജീവിക്കുകയാണ് വേണ്ടത്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക. ആ ഹബീബിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കണ്ണിയാണ് ഇവിടെ കടക്കുന്നത്. ഇടയ്ക്കിടെ സിയാറത്ത് വർദ്ധിപ്പിക്കുക. അവിടുത്തെ ദർബാറിലേക്ക് അഭയം പ്രാപിച്ചുകൊണ്ട് റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്യുക. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളിലേക്ക് അടുക്കാൻ പറ്റിയ നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. അതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഇബാദത്താണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം കേട്ടോ. ആ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പ്രത്യേകമായി റസൂലുള്ളാഹി നിർദ്ദേശിച്ചൊരു ദിവസമാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചയുടെ രാവിലാണ് നമുക്കൊരു 33 സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്ത് പിരിയാം. എല്ലാവരും ഒരു 5 മിനിറ്റ് സദസ്സിലിരിക്കുക. മാറി നിൽക്കുന്നവരൊക്കെ ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി അടുത്തിരിക്കുക. അല്ലാഹു നമ്മുടെ സദസ്സ് ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ.